ഹരി ഓം. ശ്രീ പരമേശ്വരൻ സൂര്യവംശത്തിൽ പിറന്ന ധർമ്മമൂർത്തിയായ ശ്രീരാമദേവന്റെ ചരിതം പാർവതീദേവിക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ശ്രീരാമചരിതം രാപ്പകൽ കേട്ടാലും എനിക്ക് മതി വരില്ല എന്ന് ഭക്തിപൂർവം പാർവതീദേവി പരമേശ്വരനോട് പറഞ്ഞു. പരമേശ്വരൻ കഥ തുടർന്നു. നമുക്കും തുടരാം. ഒരു ദിവസം ഉദയസൂര്യനെ പോലുള്ള കൗസ്തുഭരത്നം കഴുത്തിലിട്ട് നെറ്റിയിൽ ചന്ദനച്ചാറു തേച്ച് രത്നാഭരണ വിഭൂഷിതനായി തൻ്റെ പത്നിയായ സീതാദേവിയോടൊപ്പം രത്നസിംഹാസനത്തിൽ ഇരിക്കുകയാണ് ശ്രീരാമചന്ദ്രൻ. ആ സമയത്ത് മഹാമുനി നാരദൻ ഭഗവാനെ കാണാനായി ഭൂലോകത്തേക്ക് വന്നു. നാരദൻ വന്നത് കണ്ട ശ്രീരാമചന്ദ്രൻ ജാനകീദേവിയോടൊപ്പം എഴുന്നേറ്റ് നമസ്കരിച്ചു, പാദം കഴുകി പൂജിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ ആഗമനത്താൽ ലൗകികരായ ഞങ്ങളുടെ ജന്മവും വംശവും രാജ്യവും ഒക്കെ പരിശുദ്ധമായിരിക്കുന്നു. എന്ത് കാര്യത്തിനാണ് അങ്ങ് എഴുന്നള്ളിയത് എന്ന് സന്തോഷത്തോടെ പറയൂ. അങ്ങ് എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചു. അങ്ങയുടെ കാരുണ്യമുണ്ടെങ്കിൽ ഏതു കാര്യവും സാധിച്ചു തരാൻ കഴിയും എന്ന് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു. ഇത് കേട്ട് നാരദ മഹർഷി പറഞ്ഞു, അങ്ങ് പറഞ്ഞത് സത്യം തന്നെ. 3 ലോകങ്ങളുടെ അടങ്ങിയ വലിയ ഗൃഹത്തിൻ്റെ ഗൃഹനാഥനാണങ്ങ്. സർവചരാചരങ്ങളുടെയും പിതാവും അങ്ങ് തന്നെ. ഇപ്പോൾ ഞാൻ ഇവിടെ വന്നതിൻ്റെ കാരണം പറയാം. അങ്ങ് ബ്രഹ്മാവ് പറഞ്ഞ പ്രകാരം രാവണനെ വധിച്ച് ലോകരക്ഷ ചെയ്യാൻ വേണ്ടിയാണ് മർത്യനായി പിറന്നത്. എന്നാൽ നാളെ അങ്ങയുടെ പിതാവായ ദശരഥൻ അങ്ങയ്ക്ക് രാജ്യാഭിഷേകം ചെയ്യാൻ ഒരുക്കങ്ങൾ തുടങ്ങി. അങ്ങ് രാജാവായാൽ രാവണവധം നടക്കാതെ പോകും. മനുഷ്യജന്മം എടുത്തത് കാരണം അങ്ങ് കാര്യങ്ങളെല്ലാം മറന്നാലോ എന്ന് വിചാരിച്ച് ഓർമ്മപ്പെടുത്താൻ എന്നെ പറഞ്ഞയച്ചതാണ്. ഇത് കേട്ട ശ്രീരാമൻ പറഞ്ഞു, ഒട്ടും പേടിക്കേണ്ട നാരദ മഹർഷി. സത്യത്തെ ഞാൻ ഒരിക്കലും ലംഘിക്കുകയില്ല. നാളെ തന്നെ ഞാൻ വനത്തിലേക്ക് പോകും. പിന്നെ 14 വർഷം മുനിവേഷധാരിയായി വനത്തിൽ വസിച്ച് രാവണനെയും രാക്ഷസവംശത്തെയും കൊന്നുമുടിക്കും. ഇത് കേട്ട നാരദൻ സന്തോഷത്തോടെ ശ്രീരാമനെ വണങ്ങി തിരിച്ചുപോയി. ഈ അവസരത്തിൽ ദശരഥൻ ഗുരുവായ വസിഷ്ഠനെ വിളിച്ചു പറഞ്ഞു, എനിക്ക് വയസ്സായി. രാജ്യകാര്യങ്ങളൊക്കെ വേണ്ട വിധം നിർവഹിക്കാൻ എല്ലാവർക്കും സമ്മതനായ രാമകുമാരനെ രാജാവായി വാഴിക്കണം. ഇത് എത്രയും പെട്ടെന്ന് തന്നെ വേണം. ഭരതശത്രുഘ്നന്മാർ അമ്മാവനെ കാണാൻ പോയിട്ട് നാളേറെയായി. ഇതുവരെ തിരിച്ചെത്തിയില്ല. ഇനി അവരൊന്നും വരാൻ കാത്തു നിൽക്കണ്ട. അഭിഷേകത്തിൻ്റെ സംഭാരങ്ങളെല്ലാം ഇന്ന് തന്നെ ശേഖരിച്ചോളൂ. രാമനെയും വിവരം അറിയിക്കണം. രാജ്യം മുഴുവൻ അലങ്കരിക്കണം. കൊടിതോരണങ്ങൾ തൂക്കണം. പെരുമ്പറ കൊട്ടി എല്ലാ ജനങ്ങളെയും അറിയിക്കണം എന്നിങ്ങനെ പറഞ്ഞ് ദശരഥൻ സുമന്ത്രരോട് പറഞ്ഞു, വസിഷ്ഠൻ പറഞ്ഞ പോലെയൊക്കെ വേഗം ചെന്ന് ഒരുക്കൂ. വസിഷ്ഠൻ സുമന്ത്രർക്ക് നിർദ്ദേശങ്ങൾ നൽകി. നെറ്റിപ്പട്ടം കെട്ടിയ ആനകൾ നിരക്കണം. ദിവ്യതീർത്ഥങ്ങൾ നിറച്ച 1000 സ്വർണകുംഭങ്ങൾ പൂർണ്ണകുംഭങ്ങൾ ഒരുക്കണം. പുലിത്തോൽ രത്നങ്ങൾ പതിച്ച കുട, കുശധാരികളായ മുനിജനങ്ങൾ, നർത്തകിമാർ, ഗായകർ, വീണാവിദ്വാൻമാർ, ആന, തേര്, കുതിര, കാലാൾ തുടങ്ങിയ സൈന്യം, ദീപാലങ്കാരങ്ങൾ ഇതെല്ലാം വേണം. ദിവ്യവാദ്യങ്ങൾ വേണം. ദേവാലയങ്ങളിൽ പ്രത്യേക പൂജകൾ വേണം. മറ്റു രാജാക്കന്മാരെയും അഭിഷേകത്തിനായി ക്ഷണിക്കണം. സുമന്ത്രരെ ഇങ്ങനെ നിയോഗിച്ചതിന് ശേഷം വസിഷ്ഠൻ ശ്രീരാമനടുത്തെത്തി. ശ്രീരാമചന്ദ്രൻ ഗുരുവിനെ കണ്ട് വേഗം നമസ്കരിച്ചു. കാൽ കഴുകി പാദതീർത്ഥം ശിരസിൽ ധരിച്ചു.
അങ്ങയുടെ പാദതീർത്ഥം ധരിച്ചതുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമായി എന്നും പറഞ്ഞു. വസിഷ്ഠൻ പറഞ്ഞു, നാളെ അങ്ങയെ രാജാവായി അഭിഷേകം ചെയ്യുവാൻ ദശരഥൻ തീരുമാനിച്ചിരിക്കുന്നു. വൈദേഹിയോടുകൂടി ഉപവാസം ചെയ്ത് അങ്ങ് അഭിഷേകത്തിന് തയ്യാറാവണം. ഞാൻ പോയി മറ്റൊരുക്കങ്ങളെല്ലാം നടത്തട്ടെ. രാവിലെ തന്നെ തയ്യാറായി വരണം എന്ന് പറഞ്ഞ് വസിഷ്ഠൻ പോയി. ശ്രീരാമൻ ലക്ഷ്മണനുമായി അഭിഷേക കാര്യങ്ങൾ ചർച്ച ചെയ്തു. അഭിഷേക വിവരം കൗസല്യയെയും സുമിത്രയെയും അറിയിച്ചു. കൗസല്യ അപ്പോൾ തന്നെ ദേവിയെ പ്രാർത്ഥിച്ചു. ദുർഗേ ഭഗവതി ദുർഗതി നാശിനി ദുർഗതി നീക്കി തുണച്ചേടുകമ്പികേ എന്ന് ഭഗവതിയോട് ദേവിയോട് എല്ലാ വിധത്തിലുള്ള വിഘ്നങ്ങളും തീർത്ത് അഭിഷേകം ഭംഗിയാക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഈ സമയത്ത് ദേവന്മാർ സരസ്വതി ദേവിയെ ചെന്ന് കണ്ടു. ദേവിയോട് പറഞ്ഞു, ലോകമാതാവേ സരസ്വതി, ദേവി ഇപ്പോൾ തന്നെ അയോധ്യയിലേക്ക് എഴുന്നള്ളണം. ചെന്ന് മന്ധരയുടെ നാവിലിരുന്ന് അവളെ കൊണ്ട് കൈകേയിയോട് പറയിപ്പിച്ച് അഭിഷേകം മുടക്കണം. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ പോന്നോളൂ. വാക്കിൻ്റെ ദേവതയാണല്ലോ സരസ്വതി ദേവി. വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ പറയാൻ സരസ്വതിയുടെ അനുഗ്രഹം വേണം. ദേവന്മാരുടെ അപേക്ഷ അനുസരിച്ച് സരസ്വതി ദേവി അയോധ്യയിലെത്തി മന്ധരയുടെ നാവിന്മേൽ ചെന്നിരുന്നു.